ആഘോഷങ്ങൾ കൊണ്ട് അതിനെ പരിപൂർണ ലെവലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങളെ ദൈവ ശുശ്രൂഷ കുടുംബമായി കണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവനാമത്തിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്നത്തെ ദിവസം ദൈവം ഞങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി പ്രത്യാശയോടെയാണ് ഇന്നത്തെ മീറ്റിങ്ങിന് കടന്നു വന്നത്. എനിക്ക് ദാനമായി തന്ന കുഞ്ഞിന്റെ ജന്മദിനത്തിൽ ഞങ്ങൾക്ക് കുടുംബമായി പ്രത്യേക വൈസിയുടെ ബന്ധത്തിൽ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു സൈഡിൽ വളരെ കുറച്ച് പേരായിരിക്കുന്നത്. ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നാണ് ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. നമ്മുടെ അരുമനാഥനായ കർത്താവ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് കാണുന്നതല്ലേ? ഒത്തിരി അത്ഭുതങ്ങളായി. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും നിങ്ങൾ എടുത്തു പഠിച്ചോ? എന്തവിടെ ഉണ്ടായിരുന്നോ അതിൽ നിന്നാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത്. കാനായിലെ കല്യാണ വീടെടുക്ക്, അവിടെ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ പച്ച വെള്ളമാണ്. വിശ്വസിക്കുന്നു. അടുത്ത തലങ്ങളിലേക്ക് അത്ഭുതം നോക്ക് നിങ്ങൾ. 5000 പേർക്ക് ആകാരം കൊടുത്തു, 7000 പേർക്ക് കൊടുത്തു, 5 പേരും. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. എന്തുണ്ടോ അത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ അതിൽ നിന്നൊരു വർദ്ധനവുണ്ട്. ഞാൻ ഈ പകൽക്കാലം ആത്മമണ്ഡലത്തിൽ നിങ്ങളെടുത്ത് പറയാം, നമ്മളായിരിക്കുന്ന ചുരുക്കം പേർ ഒരുമിച്ച് നമ്മളെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്തൊരു വർദ്ധനവുണ്ട്, അതിന്റെ അകത്ത് ദൈവത്തിന്റെ ഒരു മഹത്വമുണ്ട്. എത്ര പേർ ഈ പകൽക്കാലം ആ വാചകങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്? വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പ്രിയരെ, കർത്താവ് നമ്മെ സ്നേഹിച്ചത് പ്രകാരമാണ്. നിങ്ങൾക്കറിയാമോ? തന്റെ അവസാനത്തെ തുള്ളി ചോറ് പോലും നമുക്ക് വേണ്ടി വീഴ്ത്തി കർത്താവ് നമ്മെ സ്നേഹിച്ചു. എന്നാൽ തിരിച്ച് കർത്താവിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം മാത്രം ഒരാൾക്ക് വായിക്കുവാൻ കഴിയുമോ? എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. ഹല്ലേലൂയ. എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരോട് കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ കർത്താവിനെ നമ്മൾ സ്നേഹിക്കേണ്ടത് വിശുദ്ധ വേദപുസ്തക പ്രകാരം അനുവാദിക്കുന്നു. എത്ര പേർ ഈ പകൽക്കാലം കർത്താവിനെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു? അവരെല്ലാവരും കണ്ണുകൾ അടച്ചു ഏകാഗ്രതയോടെ പറഞ്ഞ, കർത്താവേ, ഞങ്ങൾ ഈ ആലയത്തിൽ കൂടി വന്നിരിക്കുന്നത് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനാണ്. ഏതൊരു കാര്യത്തിനും ഒരുക്കം വേണം. ഒരുക്കം വെറുതെ വന്നിരുന്നൊരു പാട്ടിന്റെ താളത്തിനൊത്തവണ്ണം കയ്യടിച്ച് ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതൊരു ഒരുക്കം വേണം. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ചില മിനിറ്റുകൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരുങ്ങുവാൻ പോവുകയാണ്. എല്ലാവരും ഞാൻ കഴിയുമെങ്കിൽ എല്ലാവരും ഞാൻ പറയുന്ന വാചകങ്ങൾ പറഞ്ഞ, കർത്താവേ, അങ്ങേ ആരാധിക്കുവാൻ എനിക്ക് വിശദീകരണം നൽകണമേ. കർത്താവേ, അങ്ങേ ആരാധിക്കുവാനുള്ള യോഗ്യത എനിക്ക് നൽകണം. എല്ലാവരും ഈ വാചകങ്ങൾ തന്നെ ചില മിനിറ്റുകൾ ആവർത്തിച്ച് പറഞ്ഞ, കർത്താവേ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഉള്ള യോഗ്യത, ഉള്ള വിശദീകരണം. കർത്താവേ, അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കിയല്ല ഞാൻ ആരാധിക്കുന്നത്, അകക്കണ്ണുകൊണ്ട് ദർശിക്കുന്ന യേശുവിന്റെ സ്നേഹം, അകക്കണ്ണുകൊണ്ട് ദർശിക്കുന്ന കർത്താവിന്റെ മഹത്വം, അത് കണ്ട് ആരാധിക്കുവാൻ എന്നെ വിശദീകരിക്കണമേ. കർത്താവ്, ഞങ്ങളെ എല്ലാവരെയും കർത്താവ് വിശദീകരിക്കണമേ. ഇതിന്റെ അകത്ത് വലിയ ആത്മസാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവെ അങ്ങ് ആകർഷിക്കുന്നവർ മാത്രം മതി. പക്ഷെ അതിന്റെ അകത്ത് ഒരു ആത്മസാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയണം. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവെ, ഞങ്ങളെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ പിരിഞ്ഞ് മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. ഈ ആരാധനയെ അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീയ കൃപാവരങ്ങൾ ഇതിന്റെ അകത്ത് വർദ്ധിക്കുക. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് കർത്താവേ, അങ്ങേ സ്നേഹിക്കുവാൻ